സംസ്ഥാന സ്കൂൾ കലോത്സവം നാളെ തൃശ്ശൂരിൽ ആരംഭിക്കുകയാണ്. കലോത്സവം റിപ്പോർട്ട് ചെയ്യാനെത്തിയ നമ്മുടെ പ്രതിനിധികൾ, നമ്മുടെ 24 പട്ടാളം തൃശ്ശൂരിലെത്തിയപ്പോൾ ആദ്യം പോയത് നമ്മുടെ സാഹിത്യ തറവാടായ നാലപ്പാട്ടേക്കാണ്. നാലപ്പാട് ചരിത്രമുറങ്ങുന്ന സാഹിത്യ തറവാടായ നാലപ്പാട്ടേക്ക്. കമലാ സുരയ്യയുടെ ഓർമ്മകൾ ഉറങ്ങുന്ന തറവാട് ഇപ്പോൾ കേരള സാഹിത്യ അക്കാദമിയുടെ കമലാ സുരയ്യ സ്മാരകമാണ്. നമുക്കതിൻ്റെ വിശേഷങ്ങളൊന്നറിയാം. പ്രകടമാക്കാനാകാത്ത സ്നേഹം നിരർത്ഥകമാണ്. പിശുക്കന്റെ കയ്യിലെ ക്ലാവ് പിടിച്ച നാണ്യശേഖരം പോലെ ഉപയോഗശൂന്യവും. പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കണം സ്നേഹമെന്ന് നമ്മളെ പഠിപ്പിച്ച മാധവിക്കുട്ടിയുടെ നിർമാതളത്തിന്റെ ചുവട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. തൃശ്ശൂരിൽ കലാപൂരം അതങ്ങനെ മാമാങ്കം കൊട്ടിക്കേറാൻ ഒരുങ്ങുമ്പോൾ നമ്മളെ സ്നേഹിക്കാൻ പഠിപ്പിച്ച കലകളെക്കുറിച്ചും സാഹിത്യത്തെക്കുറിച്ചും ഒക്കെ നമുക്ക് ഒരുപാട് തോരാതെ പറഞ്ഞുകൊണ്ടിരുന്ന, നിറയെ കുപ്പിവളകളിട്ട് നിറച്ചാർത്തുള്ള സ്വപ്നങ്ങൾ കാണാൻ നമ്മളെ പഠിപ്പിച്ച, പ്രണയിക്കാൻ നമ്മളെ പഠിപ്പിച്ച മാധവിക്കുട്ടിയെ, കമലാ സുരയ്യയെ ഓർക്കാതെ വയ്യ. പുന്നയൂർക്കുളത്തുള്ള കമലാ സുരയ്യ സ്മാരകത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. കാലത്തിന് മുൻപേ സഞ്ചരിച്ച എഴുത്തുകാരി. സാഹിത്യത്തിൽ സ്വന്തം സ്വത്വത്തെ അടയാളപ്പെടുത്തുക എളുപ്പമല്ലാതിരുന്ന കാലത്ത് പറയാനുള്ളത് പറഞ്ഞും എഴുതാനുള്ളത് തുറന്നെഴുതിയും സ്വന്തം വഴിയിലൂടെ സഞ്ചരിച്ചു കമലാ സുരയ്യ. സ്നേഹനിധിയായ മുത്തശ്ശിക്കൊപ്പം കഥകൾ കേട്ടുറങ്ങിയ ബാല്യകാലത്തെക്കുറിച്ച് പലവട്ടം കമല എഴുതിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ വായിച്ചിട്ടുമുണ്ട്. ആ കഥകൾ കേട്ടുറങ്ങിയ കുട്ടി പിന്നീട് മുത്തശ്ശിയെ പിരിഞ്ഞപ്പോഴുണ്ടായിരുന്ന ആ സങ്കടം, ധർമ്മസങ്കടം, അതൊക്കെ നമ്മുടെയും വേദനയായി മാറി. അങ്ങനെ സ്നേഹിക്കാനും സ്വപ്നം കാണാനും പല തലമുറകളെ പഠിപ്പിച്ചു നമ്മുടെ പ്രിയപ്പെട്ട പ്രിയങ്കരിയായ കഥാകാരി. മാധവിക്കുട്ടിയുടെ ഓർമ്മകളിൽ നിറഞ്ഞു നിന്ന നാലപ്പാട്ട് തറവാടും പരിസരവും ആ കഥകളിലൂടെ നമ്മൾ അറിഞ്ഞു, അനുഭവിച്ചു. അടുത്തറിഞ്ഞവർക്ക് ആമിയോപ്പു ഒരു സ്നേഹ സാന്നിധ്യമായിരുന്നു. കാലത്തൊക്കെ അവര് വരുന്ന സമയത്തൊക്കെ ഒരു 400-ന്റെ മേലെ ആളുകൾ ഈ പറമ്പിലും തൊടിയിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ കാത്തു നിന്നിരുന്നു. 7 ചാനലുകാരുണ്ടെന്ന് തന്നെ വരുന്നത്. ഹിന്ദു അടക്കമുള്ള പത്രക്കാര് അന്ന് വെയിറ്റ് ചെയ്തിരുന്നവർക്ക് വേണ്ടിയിട്ട്. അപ്പോഴൊക്കെയാണ് നമ്മൾക്ക്, ഞാനൊക്കെ അടുത്ത് പഴകുമ്പോൾ നമുക്ക് കുടുംബത്തിലൊരാൾ എന്നുള്ള എനിക്കൊക്കെ ആയിരുന്നല്ലോ. ആ 2005-ലൊക്കെയാണ് എൻ്റെ മനസ്സിൽ വലിയൊരു സാധനം, ഈ അല്ലെ വിശ്വസാഹിത്യകാരി എന്നൊക്കെ പറയുന്നത് ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെ അല്ല ജനം ഏറ്റെടുക്കുമെന്നൊന്നും നമുക്ക് അറിയില്ലായിരുന്നു വാസ്തവത്തിൽ. ജീവിതത്തിലും എഴുത്തിലും വിമർശനങ്ങൾ ഏറെ നേരിട്ടപ്പോഴും പതറാതെ യാത്ര തുടർന്ന കമലയുടെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുകയാണ് ഈ തൊടിയിലും അകത്തളങ്ങളിലും. ഞാൻ വിചാരിക്കുന്നില്ല നമുക്ക് ഉടമസ്ഥാവകാശം എന്ന് പറഞ്ഞ ഒരു കാര്യം നമുക്ക് എവിടെയും കിട്ടുന്നു. എൻ്റെ മകൻ എന്ന് ഞാൻ പറയാന്നല്ലാണ്ട് എൻ്റെയാണോ മകൻ? ഉടമസ്ഥാവകാശം ഉണ്ടോ നമുക്ക്? എൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞിട്ട് പെണ്ണുങ്ങൾ മോഹിക്കും, ഇത് എൻ്റെ ആളാണ്. അല്ല, ഇത് ലോകത്തിന് മുഴുവൻ ഒരാൾക്കും ഉടമസ്ഥാവകാശം പാടില്ല. അതിൽ വിശ്വസിക്കുന്നില്ല. അങ്ങനത്തെ ഒരു സ്ത്രീ ആയതുകൊണ്ടാണ് ഞാൻ തനിച്ച് താമസിക്കുന്നത്. പക്ഷിയുടെ മണവും നെയ്പായസവും എൻ്റെ കഥയുമൊക്കെ എത്രയെത്ര വാക്കുകളിലൂടെ, വർണ്ണങ്ങളിലൂടെ നമുക്ക് മുന്നിൽ വരച്ചിട്ട കഥാകാരി. സുഗന്ധവാഹിയായ ഒരു കാറ്റുപോലെ ആ ഓർമ്മകൾ നമ്മെ വന്ന് തഴുകി തലോടുകയാണ്. പുന്നയൂർകുളത്തെ കേരള സാഹിത്യ അക്കാദമിയുടെ കമലാ സുരയ്യ സ്മാരകത്തിന് മുന്നിൽ നിന്ന് ക്യാമറമാൻ രാഹുൽ സുദേവിനൊപ്പം സ്മിത ഹരിദാസ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.